LPSC UPSC നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിരിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം നമ്പർ 1, ആർക്കൊക്കെ ഈ ഒരു LPSC UPSC പുതിയ നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാം? രണ്ടാമത്തെ ചോദ്യം, പരീക്ഷാ തീയതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? മൂന്നാമത്തെ ചോദ്യം, അവസാനത്തെ കേറ്റിട്ട് സെറ്റ് നെറ്റൊക്കെ പാസ്സായവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? അത് കുറച്ചുകൂടി ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. നമ്മുടെ ഈ തൊട്ട് മുമ്പത്തെ മെയിൻ LPSC UPSC നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു കേറ്റഡ് എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് UP നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആ കേറ്റിട്ട് റിസൾട്ട് വന്നത്. അപ്പം ആ കേറ്റിട്ട് കിട്ടിയവർക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരള PSC സൈറ്റിൽ വന്നിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ, ഇവിടെ കാറ്റഗറി നമ്പേഴ്സിലൊന്നും ഒരു ചേഞ്ചസും ഇല്ല. ചേഞ്ച് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റിലാണ്, 16 ജൂൺ 2024. അവിടെ മാത്രമാണ് അതിലൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ചോദ്യങ്ങൾ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കഥ നമുക്ക് കേൾക്കാം. ആ കഥ 2 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വന്നിരിക്കുന്നത്, ഈ ഒരു LPSC UPSC നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിരിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മാസം 2018 മുമ്പും 2018 ശേഷവുമാണ്. 2018 മുമ്പ് LP UP നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ ചെറിയൊരു മാനദണ്ഡമുണ്ട്. എന്താണ്? 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 മലയാളം മീഡിയമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. മലയാളം ഒരു മീഡിയമായിട്ട് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ പഠിച്ച വ്യക്തികൾക്ക് മാത്രമേ LP UP അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയ് മാസം 2018 മുമ്പ്. മെയ് മാസം 2018 ഒരു ഒരു ഓർഡർ വരികയാണ്. +2 അല്ലെങ്കിൽ 10th കൂടാതെ ഡിഗ്രി, PG, അതുപോലെ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളിൽ മലയാളം മീഡിയമായിട്ട് പഠിച്ചവർക്കും എന്ത് ചെയ്യാം? LP UPയിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളൊരു പുതിയ ഓർഡർ വന്നിരിക്കുകയാണ്. സന്തോഷകരമായിട്ടുള്ള ഓർഡർ വന്നിരിക്കുകയാണ്. പെട്ടെന്നാണ് വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത്. എന്താണ്? ഫെബ്രുവരി മാസം 2023 വേറൊരു ഓർഡർ വരികയാണ്. തൊട്ട് മുമ്പേ പറഞ്ഞിരിക്കുന്ന PG, UG, ടീച്ചർ ട്രെയിനിങ് എന്നുള്ള ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും റദ്ദാക്കി എന്നുള്ളൊരു ഓർഡർ ആ ഒരു മാസത്തിൽ അങ്ങനെ സംഭവിക്കുകയാണ്. വീണ്ടും ജൂൺ മാസം 2023 വീണ്ടും ആ ഓർഡർ പുതുക്കി. അതായത് PGയിൽ മലയാളം പഠിച്ചവർക്കോ UGയിൽ മലയാളം പഠിച്ചവർക്കോ ടീച്ചർ ട്രെയിനിങ്ങിലോ 10ാം ക്ലാസ്സിലോ അതുപോലെ തന്നെ +2 മലയാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം എന്ത് ചെയ്യാം? LP UP നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് കേരള ഗവൺമെൻറ് എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു ഓർഡർ വരികയാണ്, ഒരു സർക്കുലർ വരികയാണ്. പക്ഷേ ഇത് കേരള PSC അതിനുശേഷം വന്ന LP UP ഈ ഡിസംബർ മാസത്തിൽ വന്ന LP UPയിൽ ഈ ഒരു ഓർഡറുമായിട്ട് ബേസ് ചെയ്തല്ല നോട്ടിഫിക്കേഷൻ വന്നത്. അവിടെ PGയിൽ UG എന്നുള്ള ഒരു മാനദണ്ഡം അവിടെ ഇല്ലായിരുന്നു. നോർമലി ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള 10th +2 ക്വാളിഫിക്കേഷനിൽ 10th +2 മലയാളം പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? LP UPയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഓർഡർ ആ ഒരു രീതിയിലാണ് ഡിസംബർ മാസം 2023 വന്ന LP UP നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പം കേരള ഗവൺമെൻറ് ഇത് പറഞ്ഞു, പക്ഷേ കേരള PSC നോട്ടിഫിക്കേഷൻ അതില്ലായിരുന്നു. അപ്പോൾ PSC എഗെയിൻ ആ ഓർഡർ അംഗീകരിച്ചുകൊണ്ട് പുതുതായിട്ടൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നു. ആ നോട്ടിഫിക്കേഷനാണ് ജൂൺ മാസത്തിൽ ഈ 2026 ജൂൺ മാസത്തിൽ പുതിയ നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഞാൻ കറക്റ്റ് പറഞ്ഞത്. ഇനി അതിൽ അടുത്തൊരു ചോദ്യമാണ്, കേറ്ററ്റുകാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ലാസ്റ്റ് കേറ്ററ്റ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് കേറ്ററ്റ് കിട്ടിയവർക്കോ ഇനി ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കൊക്കെ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ ഹാൾ ടിക്കറ്റ് വരും, എക്സാമിനൊക്കെ പോയി നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിലും വരുമായിരിക്കും. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ആ PSC ഓഫീസിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ എലിജിബിൾ അല്ല. അത് ആ മാനദണ്ഡങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. ഇതിൽ ഇളവ് വന്നേക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് ആ സമയത്ത് മലയാളം ബേസ് ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷനാണ് ഇത്. അപ്പോൾ ലാസ്റ്റ് കേറ്ററ്റ് കിട്ടിയവർക്കൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ചുമ്മാ അപ്ലൈ ചെയ്ത് സമയം കളയത്, നിങ്ങൾ മറ്റൊരാളുടെ ഒരു അവസരമാണ് അവിടെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്.
ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പരീക്ഷാ തീയതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളതാണ്. പരീക്ഷാ തീയതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ കേരള PSC നമ്മളെ അറിയിച്ചിട്ടില്ല, ആരെയും തന്നെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് പരീക്ഷാ തീയതിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കുക, പുതുതായിട്ട് അപ്ലൈ ചെയ്തവർ ധൈര്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇതുവരെ മുമ്പേ അപ്ലൈ ചെയ്തവർ അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഇനിയും പഠിക്കാൻ സമയമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇനിയും പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്തവരുടെ മുന്നിൽ കുറച്ച് സമയം നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ആ അവസരം നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് എൻട്രിയുടെ LP-UP കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന, ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന, അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിലേക്ക്, ആ ഡിസ്ക്രിപ്ഷൻ കാണുന്ന, കമൻറ്റ് ബോക്സിൽ കാണുന്ന ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി ആപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. വളരെ കുറഞ്ഞ തുകയ്ക്ക് തന്നെ 888 എന്ന് പറയുക 888 എന്ന് പറഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് കോഴ്സ് LP-UP കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ മടിക്കാതെ ഉടൻ തന്നെ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് LP-UP കോഴ്സ് അല്ലെങ്കിൽ LP-UP സ്വപ്നം വിദൂരമല്ല. പഠിച്ച് വളരുക, പഠിച്ച് മുന്നേറുക, പഠിച്ച് വിജയത്തിലേക്ക് നിങ്ങൾ കടക്കുക.